പ്രിയമുള്ളവരെ, വചനജ്വാല 988 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 15 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് മെയ് മാസവണക്കം 15 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ കർഷകനായ വിശുദ്ധ ഇസിദോറിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കർഷകരുടെയും മാഡ്രിഡിന്റെയും ഐക്യ സംസ്ഥാന ഗ്രാമീണ ജീവിത കോൺഫറൻസിന്റെയും മധ്യസ്ഥനാണ് വിശുദ്ധ ഇസിദോർ. ദരിദ്രനായതുകൊണ്ട് ഉയർന്ന വിദ്യാഭ്യാസം നേടിയില്ലെങ്കിലും ദൈവസ്നേഹവും എളിയുമാണ് അക്ഷരമാലയായി പഠിച്ചത്. ഉഴവും കിളയുമാണ് ഇസിദോറിന്റെ ജോലി. ജോലി കഴിയുമ്പോൾ പ്രാർത്ഥന. യഥാസമയം മരിയ ദെലോ കബാസയെ വിവാഹം കഴിച്ച് അവർക്ക് ഒരു കുട്ടി ജനിച്ചെങ്കിലും ശൈശവത്തിൽ തന്നെ ആ കുട്ടി മരിച്ചു. പരസ്പര സമ്മതത്തോടെ ഇരുവരും പിന്നീട് വിരക്തരായി ജീവിക്കുകയും ഇരുവരും വിശുദ്ധരായി തീരുകയും ചെയ്തു. മരണകരമായ രോഗം ബാധിച്ചപ്പോൾ മരണസമയം മുൻകൂട്ടി പറയുകയും ഒരുങ്ങി അന്ത്യകൂദാശകൾ സ്വീകരിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്നു തന്നെയാണ് സഹനത്തിലൂടെ വിശുദ്ധിയിലേക്ക് ഉയർത്തിയ ഭാരതത്തിലെ ആദ്യ ആത്മായ രക്തസാക്ഷിയായ വിശുദ്ധ ദേവസഹായം പിള്ളയുടെ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ ദിവസം. മെയ് 15 വിശുദ്ധ ദേവസഹായം പിള്ളയെ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയത്. സത്യവിശ്വാസത്തിൽ താൻ രുചിച്ചറിഞ്ഞ ക്രിസ്തുവിന് വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി ധീരതയോടെ തന്റെ ഇടത്തോടെ സഹനങ്ങൾ സ്വീകരിച്ച് വിശുദ്ധ ദേവസഹായം പിള്ള സഹനങ്ങൾക്കൊടുവിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർന്നു. വിശുദ്ധ ദേവസഹായം പിള്ളയുടെയും വിശുദ്ധ ഇസിദോറിന്റെയും സഹായം യാചിച്ച്, മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് തോബിത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 10 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യുന്നു. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. എല്ലാതരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്ന് വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവപിതാക്കന്മാരായ നോഹ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്.
വേല ചെയ്യുന്നവന്റെ കൂലി പിറ്റേ ദിവസത്തേക്ക് നീട്ടിവെക്കരുത്. അതത് ദിവസം തന്നെ അത് കൊടുത്തു തീർക്കുക. ദൈവശുശ്രൂഷ ചെയ്താൽ പ്രതിഫലം ലഭിക്കും. മകനെ, എല്ലാ പ്രവൃത്തികളും ശ്രദ്ധാപൂർവം ചെയ്യുക. നിന്റെ പെരുമാറ്റം ചിട്ടയുള്ളതായിരിക്കണം. നിനക്കഹിതമായത് അപരനോടും ചെയ്യരുത്. അമിതമായി മദ്യപിക്കരുത്. ഉന്മത്തത ശീലമാക്കരുത്. വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക. നഗ്നനുമായി നിന്റെ വസ്ത്രവും. മിച്ചമുള്ളത് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. നീതിമാന്മാരുടെ ശവകുടീരത്തിങ്കൽ അപ്പം വിതരണം ചെയ്യുക. പാപികൾക്ക് കൊടുക്കരുത്. വിവേകമുള്ള ഏതൊരുവനിൽ നിന്ന് ഉപദേശം തേടുക. സതുപദേശം നിരസിക്കരുത്. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടത്തോട് പ്രാർത്ഥിക്കുക. ജനതകൾക്ക് ജ്ഞാനം നൽകപ്പെട്ടിട്ടില്ല. കർത്താവാണ് എല്ലാ നന്മയും നൽകുന്നത്. അവിടുന്ന് എളിമപ്പെടുത്തണമെന്ന് വിചാരിക്കുന്നവനെ അങ്ങനെ ചെയ്യുന്നു. അതിനാൽ മകനെ, എന്റെ കൽപ്പനകൾ അനുസരിക്കുക. അവ നിന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ അനുവദിക്കരുത്. മേദിയായിലെ റാഗസിൽ ഗബ്രിയേലിന്റെ പുത്രൻ ഗബായേലിന്റെ പക്കൽ ഞാൻ 10 താലന്ത് വെള്ളി ഏൽപ്പിച്ച കാര്യം പറയട്ടെ. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.